ഞാൻ ആലോചിക്കുകയായിരുന്നു എത്ര കണ്ണുനീര് കണ്ടാൽ മതിയാകുമെന്ന്, ആരുടെയൊക്കെ കണ്ണുനീര് കണ്ടാൽ മതിയാകുമെന്നുള്ളത്. യു പ്രതിഭ വിദ്യാർത്ഥി സംഘടനയിലൂടെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അവിടെ നിന്ന് പടിപടിയായി ഉയർന്നു വന്ന് MLA വരെയായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. സാധാരണഗതിയിൽ ഒരു സ്ത്രീ ചിന്തിക്കുകയാണെങ്കിൽ എത്രത്തോളം പ്രിവിലേജ്ഡ് ആണ് എന്ന് വിചാരിക്കാവുന്ന സ്ത്രീയാണ്. പക്ഷെ അവർക്ക് പോലും നേരിടേണ്ടി വരുന്നത് സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അധിക്ഷേപമാണ്. നോക്കൂ, സ്ത്രീക്ക് അവർ ജോലി ചെയ്യുന്ന ഇടത്തേക്ക്, പൊതു ഇടത്തേക്ക്, അവർ പെരുമാറുന്ന ഇടങ്ങളിലേക്കൊക്കെ അവനവന്റെ ശരീരവും കൂടി ചുമന്നുകൊണ്ട് പോകേണ്ടി വരുന്ന സാഹചര്യം വലുതാണ്. അത് വലിയ വേദന കൂടിയാണ്. ഒന്ന് നോക്കൂ, ഒരു പൊതുപ്രവർത്തക ഒരു സമരത്തിൽ പങ്കെടുക്കുന്നു, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ത്രീ അവനവന്റെ ജോലി ചെയ്യുന്നു. അപ്പോഴൊക്കെ അവരവർക്ക് ശരീരത്തെക്കുറിച്ച് ബോധവതിയായിരിക്കുക എന്ന് പറയുന്ന നിരന്തരമായ സമ്മർദ്ദം അനുഭവിച്ച് മാത്രം ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ശാപം കൂടിയാണ് എന്നതാണ്. ശാരദക്കുട്ടി ടീച്ചർ ഫേസ്ബുക്കിൽ എഴുതിയ 2-3 വരികൾ ഇന്ന് വായിക്കുകയായിരുന്നു. ഒരു സ്ത്രീയായിരിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റകരമായ കാര്യമാണ്. തന്റേടിയും കാര്യക്ഷമതയുമുള്ള സ്ത്രീയായിരിക്കുക എന്ന് പറയുന്നത് അതിലേറെ കുറ്റകരമാണ്. ധിക്കാരിയായ സ്ത്രീയായിരിക്കുക എന്ന് പറയുന്നത് അതിലേറെ വലിയ കുറ്റമാണ്. ഇനി തന്റേടിയും കാര്യക്ഷമതയും ധിക്കാരിയും ഒക്കെ ആയ ഒരു സ്ത്രീ സുന്ദരിയായി കൂടി ഇരിക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ കുറ്റമാണ്. ഇനി അങ്ങനെയുള്ള ഒരു സ്ത്രീ ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു സ്ത്രീ കൂടിയാണെങ്കിൽ പിന്നെ ഒന്നുമില്ല, തകർത്തു കളയുക എന്ന് പറയുന്നതാണ്. അതിനുവേണ്ടി എത്രമേൽ ഹീനമായ ആയുധവും എടുത്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾ അവരുടെ അവകാശമായി കാണുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവരവരുടെ ശരീരത്തിന്റെ അഴക് വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ടാണ് ജയിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ ഇത്രയും കാലം ജീവിച്ച ജീവിതത്തെ, അവരുടെ പൊതുജീവിതത്തെ, അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ രാഷ്ട്രീയത്തെ, അവർ പറയുന്ന രാഷ്ട്രീയത്തെ മുഴുവനും റദ്ദ് ചെയ്യുകയാണ്. യു പ്രതിഭയുടെ മകന്റെ പേരെന്താണെന്ന് അറിയാമോ? കനിവ് എന്നാണ്. ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ശരി, ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ അതിന് കനിവ് എന്ന് പേരിടണമെങ്കിൽ എത്രത്തോളം മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം അവർ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ മുഴുവൻ ജീവിതത്തെയും അവരുടെ മുഴുവൻ രാഷ്ട്രീയത്തെയും റദ്ദ് ചെയ്തുകൊണ്ട് അവരെ നമ്മുടെ പൊതുസമൂഹത്തിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ, ഈ ജനതയ്ക്ക് മുന്നിൽ ഇരുന്ന് കരയാൻ പാകത്തിൽ വേദനിപ്പിക്കാൻ കഴിയുന്ന മനുഷ്യന്മാരെ മനുഷ്യൻ എന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു തന്നെ തള്ളിക്കളയേണ്ടതാണ്.